ഹലോ ഫ്രണ്ട്സ്, പി സി ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ സെറ്റിൻ്റെ റാപ്പിഡ് റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെറ്റിൻ്റെ സിലബസ് ബേസ്ഡ് ക്ലാസ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മളുടെ സെറ്റ് എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. സോ നമുക്ക് മാക്സിമം എങ്ങനെ എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാം, അതിന് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പം നമ്മുടെ ചാനലിലൂടെ ഇതുവരെ നമ്മൾ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഓരോ ഓപ്ഷൻ്റെയും റിലേറ്റഡ് ഫാക്ട്സ് അടക്കമുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ മാക്സിമം കാണാം, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഓട്ടോ എഡ്യൂക്കേഷൻ ഓർ സെൽഫ് എഡ്യൂക്കേഷൻ ഈസ് എംഫസൈസ്ഡ് ബൈ. അപ്പോൾ ഓട്ടോ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സെൽഫ് എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ്, ഇതും നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആരാണ് ഓട്ടോ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സെൽഫ് എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റൊക്കെ കൊണ്ടുവന്നത്? യെസ്, അത് നാച്ചുറലിസ്റ്റ് ആണ്. ആരാണ്? നാച്ചുറലിസ്റ്റ്. അപ്പോൾ നാച്ചുറലിസം എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഓർമ്മ വരേണ്ടത് ആരെയാണ്? നാച്ചുറലിസത്തിൻ്റെ ഫാദർ ഓഫ് നാച്ചുറലിസം ആരാണ്? യെസ്, അത് റൂസോ ആണ്. ആരാണ്? റൂസോ. അപ്പോൾ ഫാദർ ഓഫ് നാച്ചുറലിസം റൂസോ. ക്ലിയർ അല്ലേ? അപ്പോൾ സെൽഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഓട്ടോ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒക്കെ കൊണ്ടുവന്നത് നാച്ചുറലിസ്റ്റ് ആണ്. നാച്ചുറലിസ്റ്റ് പറഞ്ഞത് എന്താണ്? ചൈൽഡിൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഗ്രോത്ത് ഒക്കെ എങ്ങനെയായിരിക്കും? നാച്ചുറലി നടക്കുന്നതാണ്. അത് സെൽഫ് ഡയറക്റ്റഡ് ആണ്. സെൽഫ് എഡ്യൂക്കേഷൻ ആണ് ഓട്ടോ എഡ്യൂക്കേഷൻ. അപ്പോൾ സെൽഫ് എഡ്യൂക്കേഷൻ, ഓട്ടോ എഡ്യൂക്കേഷൻ എന്ന് കേട്ടാൽ നമ്മൾ ആരെയാണ് ഓർമ്മ വരുന്നത്? നാച്ചുറലിസം. എന്താണ്? നാച്ചുറലിസം. ക്ലിയർ അല്ലേ? ഓക്കെ, സോ വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ട്രഡീഷണൽ ഇന്ത്യൻ കൾച്ചർ? ട്രഡീഷണൽ ഇന്ത്യൻ കൾച്ചറിൻ്റെ ഭാഗമാവാത്തത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ധർമ്മ ആൻഡ് കർമ്മ. അത് നമ്മുടെ ട്രഡീഷണൽ ഇന്ത്യൻ കൾച്ചറിൻ്റെ ഒരു ഭാഗമല്ലേ? ഓഫ് കോഴ്സ് നമ്മുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ്. ഇനി കോൺസെപ്റ്റ് ഓഫ് യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് അതും നമ്മുടെ ട്രഡീഷൻ്റെ ഒരു ഭാഗമാണ്. ദെൻ പീസ് ആൻഡ് നോൺ വയലൻസ്, അത് ഉറപ്പാണ് അല്ലേ? പീസ്, സമാധാനം, പീസ് ആൻഡ് നോൺ വയലൻസ് എന്താണ്? നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ്. അതെ, അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? അത് റീസ്ട്രക്ചറിങ് ഓഫ് വാല്യൂസ് നമ്മുടെ ട്രഡീഷണൽ ഇന്ത്യൻ കൾച്ചറിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അത് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൻ്റെ ഒരു പാർട്ടല്ല അല്ലേ? അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? യെസ്, അത് ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Music is a moral law. It gives soul to the universe, wings to the mind, flight to the imagination, and charm and gaiety to life and to everything. ഇതാരാണ് പറഞ്ഞത്? ഇത് നമ്മുടെ പ്ലേറ്റോ ആണ് പറഞ്ഞത്. ആരാണ് പറഞ്ഞത്? പ്ലേറ്റോ ആണ്. അപ്പോൾ പ്ലേറ്റോനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ്? പ്ലേറ്റോ ആണ് എന്ത്? നമ്മുടെ ഫാദർ ഓഫ് ഐഡിയലിസത്തിൻ്റെ ഫാദർ ആരാണ്? അത് പ്ലേറ്റോ ആണ്. ആരാണ്? പ്ലേറ്റോ. ഇനി നമുക്ക് ഓരോരുത്തരെ നോക്കാം. നമ്മുടെ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? പ്ലേറ്റോ ആണ്. ഇനി ഗാന്ധിജി നോക്കാം. ഗാന്ധിജീനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് എന്താ? യെസ്, ബേസിക് എഡ്യൂക്കേഷൻ, പീസ് ആൻഡ് നോൺ വയലൻസ്, പിന്നെന്താ? നെയ്ത്താലിയും. ഇതൊക്കെ കൊണ്ടുവന്ന ആരാണ്? യെസ്, നമ്മുടെ ഗാന്ധിജിയാണ്. ഓക്കെ അല്ലേ? ദെൻ രാധാകൃഷ്ണൻ. ആരാണ് ഈ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലേ? ഇത് ആരുടെ ബർത്ത്ഡേ ആണ്? യെസ്, അത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ആണ്. ആരെയാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ രാധാകൃഷ്ണൻ കമ്മീഷൻ ഉണ്ട്. രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ പഠിച്ചു വെക്കാം. എന്താണ് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ? എന്താ? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. വന്ന ഇയർ ചോദിക്കുകയാണെങ്കിൽ 1948, 1949 എന്ത്? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ രാധാകൃഷ്ണൻ കമ്മീഷൻ നിലവിൽ വന്നത്. ഓക്കെ അല്ലേ? അതെന്താ? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് കേട്ടോ. ഓക്കെ, പിന്നെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ നമ്മൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പോയം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഏതാണ്? യെസ്, ഗീതാഞ്ജലി. ഏതാണ്? ഗീതാഞ്ജലി. അതിനാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയത്. ഓക്കെ, അപ്പോൾ രവീന്ദ്രനാഥ ടാഗോർ, ഗാന്ധിജി, പ്ലേറ്റോ, രാധാകൃഷ്ണൻ. ഓക്കെ എന്ന് വിചാരിക്കണം. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് കാണാത്ത കുട്ടികൾ മാക്സിമം നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറിയിട്ട് ക്ലാസ്സുകളൊക്കെ കാണാം കേട്ടോ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോൺസെപ്റ്റ് ഫോർമേഷൻ ഇൻവോൾവ്സ് abstracting only, generalization only, both abstracting and generalization, neither abstracting nor generalization. അപ്പോൾ ഈ എന്താ കോൺസെപ്റ്റ് ഫോർമേഷനിൽ എന്തൊക്കെ വരും? അതിൽ അബ്സ്ട്രാക്റ്റിങ്ങും വരും, അതുപോലെ തന്നെ ജനറലൈസേഷനും വരും. കോൺസെപ്റ്റ് ഫോർമേഷൻ, ഒരു കോൺസെപ്റ്റ് ഫോം ചെയ്യണമെങ്കിൽ അത് എന്തായിരിക്കും? അബ്സ്ട്രാക്റ്റ് തിങ്കിങ്ങും ഉണ്ടാവും, അതുപോലെ തന്നെ ജനറലൈസേഷനും വരും അല്ലേ? സോ നമ്മുടെ ആൻസർ എന്താണ്? ബോത്ത് അബ്സ്ട്രാക്റ്റിംഗ് ആൻഡ് ജനറലൈസേഷൻ. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചൈൽഡ് അപ്രിസിയേഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ ക്യാറ്റ്. എന്താണ്? ക്യാറ്റ്. ചൈൽഡ് അപ്രിസിയേഷൻ ടെസ്റ്റ്, ക്യാറ്റ്
ഫോർ പേഴ്സണാലിറ്റി മെഷർമെൻറ്റ് വാസ് ഡെവലപ്ഡ് ബൈ, ഇതാരാണ് ഡെവലപ്പ് ചെയ്തത്? പഠിച്ചു വയ്ക്കുക, ബെല്ലാക്ക്. ആരാണ്? ബെല്ലാക്ക്. അപ്പം ചൈൽഡ് അപ്രിസിയേഷൻ ടെസ്റ്റ് കൊണ്ടുവന്ന ആരാണ്? ബെല്ലാക്കാണ്. ആരാണ്? ബെല്ലാക്ക്. ഇനി ഹോളണ്ട് കൂടുതലും ജോബ് വൊക്കേഷനാണ് ഈ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ആരാ? നമ്മുടെ സ്കിന്നർ അല്ലേ. സ്കിന്നറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് എന്താ ഓർമ്മ വരിക? ബിഹേവിയറിസം. എന്താണ്? സ്കിന്നറിൻ്റെ ബിഹേവിയറിസം. അതുപോലെ ഓപ്പറൻ്റ് കണ്ടീഷനിങ്, പിന്നെ സ്കിന്നറിൻ്റെ എക്സ്പീരിമെൻറ്റ്സ് ഇല്ലേ, റാറ്റ് വെച്ചിട്ടുള്ള എക്സ്പീരിമെൻറ്റ്, അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. ദെൻ മുറയാണ് എന്താ? തിമാറ്റിക് അപ്രിസിയേഷൻ ടെസ്റ്റ് എന്ന് പറയും. കാറ്റ് പോലെ തന്നെ, കാറ്റ് ആരാ കൊണ്ടുവന്നത്? ബെല്ലാക്കാണ്. ഇനി ടാറ്റ് ഉണ്ട്, അതായത് തിമാറ്റിക് അപ്രിസിയേഷൻ ടെസ്റ്റ്. ഓക്കെ, ഇതൊരു പേഴ്സണാലിറ്റി മെഷർമെൻറ്റ് ടെസ്റ്റാണ്. അത് കൊണ്ടുവന്നത് ആരാണ്? അത് മുറയാണ്. ആരാണ്? മുറെ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്താ? അത് കാറ്റ് കൊണ്ടുവന്നത് ആരാണെന്നാണ്? അത് ബെല്ലാക്കാണ്. ആരാണ്? ബെല്ലാക്ക്. ക്ലിയർ അല്ലേ? അപ്പോൾ കാറ്റ് കൊണ്ടുവന്നത് ബെല്ലാക്ക്, ടാറ്റ് കൊണ്ടുവന്നത് മുറേ. ടാറ്റ്, മുറേ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു നോക്കാം. നമുക്കൊരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി നമ്മുടെ ക്ലാസ്സസിൽ പഠിച്ച കാര്യങ്ങളാണ്. നമുക്ക് നോക്കാം, നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഓക്കെ, സോ ഇവിടെ 2 ലിസ്റ്റ് തന്നിട്ടുണ്ട്. മോഡൽ ഓഫ് ഇൻ്റലക്റ്റ് ഇത് കൊണ്ടുവന്നത് ആരാണ്? ഒന്ന് പറഞ്ഞേ. യെസ്, അത് ഗിൽഫോർഡാണ്. ആരാണ്? ഗിൽഫോർഡാണ്. പിന്നെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തൊരു ടോപ്പിക്കായിരുന്നു. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആരാ കൊണ്ടുവന്നത്? യെസ്, അത് ഹവേർഡ് ഗാർഡ്നറാണ്. ആരാണ്? ഗാർഡ്നറിൻ്റെയാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. പലതരം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസ് ഉണ്ട് അല്ലേ. ഓക്കെ, സോ ഇനി മൾട്ടി ഫാക്ടർ തിയറി കൊണ്ടുവന്ന ആരാണ്? അത് തോണ്ടിക്കാണ്. ആരാണ്? തോണ്ടിക്. പിന്നെ ഇമോഷണൽ ഇൻ്റലിജൻസ് ആരുടെയാണ്? യെസ്, അത് ഡാനിയൽ ഗോൾമാൻ്റെയാണ് അല്ലേ. ഗോൾമാൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻസ്. ഓക്കെ, നമുക്കൊന്നും കൂടെ പറഞ്ഞു നോക്കാം. മോഡൽ ഓഫ് ഇൻ്റലക്റ്റ് ഗിൽഫോർഡ്, ദെൻ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഹവേർഡ് ഗാർഡ്നർ, മൾട്ടി ഫാക്ടർ തിയറി ആണെങ്കിൽ തോണ്ടിക്, ഇമോഷണൽ ഇൻ്റലിജൻസ് ആണെങ്കിൽ ഡാനിയൽ ഗോൾമാൻ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത് പഠിക്കുന്നത് ഔട്ട് ഓഫ് ദ ഫോളോയിങ് വിച്ച് ഓൾട്ടർനേറ്റീവ് ഷോസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പോൾ ഈ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ഇതും നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ പിയാഷയുടെയാണ് എന്ത്? ഡിഫറൻസ് 4 സ്റ്റേജ് ഉണ്ട് നമ്മൾ പഠിച്ചു അല്ലേ. ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞേ. സെൻസറി മോട്ടോർ സ്റ്റേജ്, പിന്നെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, ദെൻ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, പിന്നെ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇങ്ങനെ 4 സ്റ്റേജാണ് പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറിയിൽ വരുന്നത്. ഏതൊക്കെയാണ്? സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇതിൽ നമുക്ക് ഓരോ നോക്കാം. ഒബ്ജക്റ്റ് പെർമനൻസ്. ഈ കുട്ടികളിൽ ഒബ്ജക്റ്റ് പെർമനൻസ് ഒക്കെ ഉണ്ടാകുന്ന ഏതാണ്? അത് ഏർലി ഏജസിലാണല്ലേ, അതായത് 0 to 2 years. അത് ഏത് സ്റ്റേജാണ്? അത് സെൻസറി മോട്ടോർ സ്റ്റേജാണ്. ഏത് സ്റ്റേജാണ്? സെൻസറി മോട്ടോർ സ്റ്റേജ്. അപ്പോൾ ഒബ്ജക്റ്റ് പെർമനൻസ് ഏത് സ്റ്റേജിലാണ്? സെൻസറി മോട്ടോർ സ്റ്റേജ്. പിന്നെ ചൈൽഡ് ഗെയിൻസ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പ്രിൻസിപ്പിൾ സച്ച് എസ് കൺസർവേഷൻ. അപ്പോൾ കൺസർവേഷൻ, എല്ലാതും കൺസേർഡ് ആണ്, അങ്ങനത്തെ ഒരു ഫീലൊക്കെ വരുന്ന ഏത് സ്റ്റേജിലാണ്? അത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. ഏതിലാണ്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ 2 ഗ്ലാസ്സിൽ, ഒരു വലിയ ഗ്ലാസ് ഒരു ചെറിയ ഗ്ലാസ്സിലും സെയിം എമൗണ്ട് ഓഫ് വെള്ളം എടുത്താലും കുട്ടിക്ക് എന്ത് മനസ്സിലാവും? അതിൽ രണ്ടിലും ഗ്ലാസ് ഡിഫറെൻ്റ് ആണെങ്കിലും എമൗണ്ട് ഓഫ് വാട്ടർ സെയിം ആണെന്ന് കുട്ടിക്ക് മനസ്സിലാവും. ഇതെന്താണ്? കൺസർവേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ. ഇതൊക്കെ ഏത് സ്റ്റേജിലാണ് വരുന്നത്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഇതിലാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഇനി അടുത്ത എന്താ? ചൈൽഡ് അക്വയേഴ്സ് റിവേഴ്സിബിൾ തിങ്കിങ് എബിലിറ്റി. അതായത് ഇപ്പോൾ 5+2 7 7 അതുപോലെ 7-2 5 കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ്? റിവേഴ്സിബിളി തിങ്ക് ചെയ്യാനുള്ള എബിലിറ്റിക്ക് കുട്ടിക്ക് ഉണ്ടാവുന്നു അല്ലേ. ഇതും ഏത് സ്റ്റേജാണ്? ഇത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജാണ്. ഏതാണ്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പോൾ ഇനി നമ്മുടെ ആൻസർ എന്തായിരിക്കും? യെസ്, അത് ഓപ്ഷൻ ഡി അല്ലേ. ക്രിയേറ്റ് സെവറൽ ഫോം ഓഫ് ലോജിക്കൽ തോട്ട്. അപ്പോൾ ഈ ലോജിക്കലി കുട്ടി തിങ്ക് ചെയ്യാനൊക്കെ തുടങ്ങുന്നത് ഏത് സ്റ്റേജിലാണ്? അത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. ഏത് സ്റ്റേജിലാണ്? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പോൾ പിയാഷയുടെ 4 സ്റ്റേജുകളാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ്? സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം.
Which of the following is a form of research typically conducted by practitioners to help them solve local problems? അപ്പോൾ ഈ നമ്മുടെ ഇപ്പോൾ ബി എഡിന് ടീച്ചിങ് പ്രാക്ടീസിൻ്റെ സമയത്തൊക്കെ നമുക്ക് സ്കൂളിൽ പോകുമ്പോൾ നമുക്കുള്ളൊരു വർക്കായിരുന്നു ആക്ഷൻ റിസർച്ച് അല്ലേ. അതായത് ഒരു പ്രോബ്ലം ഉണ്ടാവും, അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു എന്ത് ആക്ഷൻ റിസർച്ച് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? അത് ആക്ഷൻ റിസർച്ച് ആണ്. എന്താണ് ആക്ഷൻ റിസർച്ച്? ഓക്കെ അല്ലേ? ഓക്കെ, സോ നമുക്ക് അടുത്ത് നോക്കാം. അതായത് ദ അൺസക്സസ്ഫുൾ അച്ചീവ്മെൻറ്റ് ഓഫ് സർട്ടീൻ സ്കിൽസ് ലീഡ് ടു ഇനബിലിറ്റി ടു പെർഫോം ആസ് എക്സ്പെക്റ്റഡ് അറ്റ് സർട്ടീൻ ഏജസ്. അതായത് ഇപ്പോൾ ഒരു അൺസക്സസ്ഫുൾ അച്ചീവ്മെൻ്റ് ആണ്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്കില്ലിൽ കുട്ടിക്ക് സക്സസ്ഫുള്ളി അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക. അതെന്തിലേക്ക് ലീഡ് ചെയ്യും? ഒരു ഇനബിലിറ്റി ടു പെർഫോമൻസ് ആൻഡ് എക്സ്പെക്റ്റഡ് അറ്റ് സർട്ടീൻ സ്റ്റേജസ്. ഒരു സർട്ടീൻ സ്റ്റേജിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാതെ വരും. ഓക്കെ, സോ ഇതെന്താണ്? ദി ആർ നോൺ ആസ് ഡെവലപ്മെൻറ്റൽ ഹസാർഡ്സ് ആണ്. എന്താണ്? ഹസാർഡ്സ്. ഡെവലപ്മെൻറ്റൽ ഹസാർഡ്സ് എന്നാണ് പറയുക. അതായത് ഒരു പെർട്ടിക്കുലർ ഏജിൽ നമ്മൾ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ അവിടെ എന്ത് വരും? ഒരു ഇനബിലിറ്റി ടു പെർഫോമൻസ് എക്സ്പെക്റ്റഡ് അറ്റ് സെർട്ടൈൻ ഏജസ് അല്ലേ. സോ ഇതിനാണ് നമ്മൾ എന്താ പറയുക? ഡെവലപ്മെൻറ്റൽ ഹസാർഡ്സ് എന്ന് പറയുക. എന്താ പറയുക? ഡെവലപ്മെൻറ്റൽ ഹസാർഡ്സ്. ഓക്കെ അല്ലേ? ദെൻ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഏരിയ ഓഫ് ഫിലോസഫി ദാറ്റ് ഡീൽസ് വിത്ത് ദ നേച്ചർ ആൻഡ് ദ ഒറിജിൻ ഓഫ് ഹ്യൂമൻ നോളജ്. ഏരിയ ഓഫ് ഫിലോസഫി ദാറ്റ് ഡീൽ വിത്ത് ദ നേച്ചർ ആൻഡ് ദ ഒറിജിൻ ഓഫ് ഹ്യൂമൻ നോളജ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? എപ്പിസ്റ്റമോളജി. എന്താ പറയുക? എപ്പിസ്റ്റമോളജി. ഇനി ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. ആക്സിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേച്ചർ ഓഫ് വാല്യൂസ് ആണ്. എന്താണ്? നേച്ചർ ഓഫ് വാല്യൂസ്. എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അതായത് സ്റ്റഡി ഓഫ് നോളജ് എന്ന് പറയും. എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ നോളജ്, അതുപോലെ സ്റ്റഡി ഒറിജിൻ ഓഫ് ഹ്യൂമൻ നോളജ്, സ്റ്റഡി ഓഫ് നോളജ്, നേച്ചർ ഓഫ് നോളജ്, ഇതൊക്കെ എന്താണ്? എപ്പിസ്റ്റമോളജി. ആക്സിയോളജി എന്ന് പറഞ്ഞാൽ നേച്ചർ ഓഫ് വാല്യൂസ്. മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേച്ചർ ഓഫ് റിയാലിറ്റി പ്രിൻസിപ്പിൾസ് ഒക്കെയാണ് എന്ത്? മെറ്റാഫിസിക്സ് പറഞ്ഞത്. ഇനി തിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡിവിനിറ്റിയിലൊക്കെയാണ് കൂടുതലും ബിലീവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? അത് എപ്പിസ്റ്റമോളജി, നേച്ചർ ഓഫ് നോളജ്, സ്റ്റഡി ഓഫ് നോളജ്. ഓക്കെ അല്ലേ? ഓക്കെ, സോ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.